അയ്യോ വക്കീലെ, ഇന്ന് ഈ വീട്ടിലൊരു അടിപൊട്ടുന്ന ഉറപ്പാ. പൗലോസേട്ടൻ ഗീറ് മാറി കഴിഞ്ഞു. വേണമെങ്കിൽ വാ കാണാം. നീ ചെങ്കോടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഇനി അയ്യോ ഇത് വിട്ട് ഇനി എങ്ങും പോവില്ല. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറച്ചു തീരുമാനം? ഞാനിത് പണ്ട് മുതലേ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഭീമൻ രഘു പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക് വന്നത് കൃത്യമായ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. എന്താണ് ആ രാഷ്ട്രീയം എന്നൊന്ന് പറയൂ അങ്ങ്. അത് ഉത്തരം പറ. അത് പറങ്ങട്. അച്ചടക്ക ബോധമുള്ള ആൾക്കാരല്ലേ അവിടെ നിൽക്കുന്നത്. അച്ചടക്കത്തിൽ കൂടിയല്ലേ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓ ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. അവരുടെ വർക്ക് കണ്ടവരാണ്. അവിടെ വെച്ച് ഞാൻ അനൗൺസ് ഞാൻ പറയുകയും ചെയ്തു ഇവിടെ ജയിക്കാൻ പോകുന്നത് ഗണേശനാണ്. അന്നങ്ങ് പറഞ്ഞത് അങ്ങ് ജയിക്കുമെന്നായിരുന്നു. അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പക്ഷേ ഇത്രയും നാളും കേരളം കണ്ടിരുന്ന ഭീമൻ രഘു ഇങ്ങനെയല്ലായിരുന്നു. മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ഭൂലോക തോൽവി. നമ്മള് സ്വാഭാവികമായും നമ്മള് ഒരാൾക്ക് ബഹുമാനം കൊടുക്കേണ്ടത് അയാൾ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കൊടുക്കൂ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? നമ്മൾ തമ്മിൽ ചേരൂല. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ചേരൂല. നിങ്ങളുടെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം വേറെ. ചിരിക്കുന്നോ? എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേഷ്യം എന്ന മഹാപിഴയാണ് ഞാൻ. തെണ്ടിയാണ്, ചെറ്റയാണ്. ഇതിപ്പോ നിർത്തി ഞാൻ എഴുതിട്ട് പോകും. എനിക്കിങ്ങനെ ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കേണ്ടതാണ്. നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്നത് രീതി വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? സമ്മതിച്ചു. വർത്താനം പറയാം. സമ്മതിച്ചു. നിങ്ങളടുത്ത് എനിക്ക് ഇന്ന ഇന്റർവ്യൂ. നിങ്ങളുടെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം വർത്താനം ആയിക്കോട്ടെ. ഒരു മനുഷ്യനെ ഇറക്കി വിട്ടു അപമാനിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. വെല്ലുവിളിക്കുന്നു.